أهلا وسهلا في هذه الجلسة. بسم الله الحمد لله الصلاة والسلام على رسول الله وعلى آله وصحابه أجمعين برضا الله. أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ربي يسر ولا تؤسر ربي زدني علما وحلما وربي تمم بالخير والسعادة. ഏറെ സ്നേഹം നിറഞ്ഞ ലൈറ്റ് അക്കാദമിയിലെ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് അദബുൽ മഹ്ജറാണ്. ഓക്കെ, അദബുൽ മഹ്ജർ സാഹിത്യത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ചും സെറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുണ്ട്. 2010 നമ്മുടെ സെറ്റ് ഔദ്യോഗികമായി കേരളത്തിൽ നടന്നു തുടങ്ങുന്നത്. ഏകദേശം 50 ചോദ്യങ്ങളോളം ആണ് റിപ്പീറ്റേഷൻ ഇല്ലാതെ ചോദിച്ചു തുടങ്ങിയത്. ചോദിക്കുന്നത് ഏകദേശം 50ഓളം ചോദ്യങ്ങളാണ് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചില ചോദ്യങ്ങളെ ഇങ്ങനെ PYQ ആയിട്ട് അതിനെ റിപ്പീറ്റ് അടിച്ച് ചോദിക്കാറുള്ള ചില ചോദ്യങ്ങളുണ്ട്. പിന്നെ സാധാരണ സെറ്റ് എക്സാമിന് കണ്ടുവരുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് 4 സ്റ്റേറ്റ്മെന്റ് തരികയും ആ സ്റ്റേറ്റ്മെന്റിൽ ശരിയായത് ഏതൊക്കെയാണ് എന്ന് തിരഞ്ഞെടുക്കുന്നത്. ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ നമുക്ക് അങ്ങനെ കാണാൻ പറ്റും. കുറെ ചോദ്യങ്ങൾ ആ രൂപത്തിൽ കാണാൻ പറ്റും. ഞാന് എന്തായിരുന്നാലും 2020 മുതലുള്ള ചില ചോദ്യങ്ങളുടെ കണക്ക് അവതരിപ്പിക്കാൻ വേണ്ടി ആദ്യമായിട്ട് ഉദ്ദേശിക്കുകയാണ്. 2020 ഫെബ്രുവരിയിൽ ചോദിച്ച ചോദ്യങ്ങളുടെ എണ്ണം 6 ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട്. 2021 ജൂലൈയിൽ 1 ചോദ്യമാണ്. 2022 ജാനുവരിയിൽ 3 ചോദ്യങ്ങളാണ്. ജൂലൈയിലാകുമ്പോഴത്തേക്കും അതിന്റെ എണ്ണം 2 കുറയാണ്. ഓക്കെ, പക്ഷേ 2023 ജൂലൈയിൽ ചോദിച്ച ചോദ്യങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ഏകദേശം 5 ചോദ്യങ്ങളാണ്. എന്നാൽ ഏറ്റവും അവസാനത്തെ എക്സാം 2024 ജാനുവരി എക്സാമിന് 2 ചോദ്യമോ 1 ചോദ്യമാണ്. 1 ചോദ്യം മാത്രമാണ് റിപ്പീറ്റേഷൻ ഇല്ലാതെ ചോദിച്ചിട്ടുള്ളത്. അല്ലാതെ ബാക്കി 1-2 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് താൻ. അപ്പോ വളരെ സ്പെസിഫിക് ആയിട്ട് ചില കാര്യങ്ങൾ മാത്രം പഠിച്ചു പോയാൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ് അദബുൽ മഹ്ജർ എന്നുള്ളത്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് ചോദ്യങ്ങളിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കടന്നുകൊണ്ട് ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. മർഹബൻ ബിക്കും ഫി ഹാദിഹിൽ ജൽസ. ഫസ്റ്റ് ചോദ്യം, യത്ലുഖു മുസ്തലഹുൽ മഹ്ജർ. മഹ്ജർ എന്ന് പറയുന്ന ഒരു ടെർമിനോളജി. ആ ടെർമിനോളജി കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. ഉദബാഉൽ അറബുൽ മുഹാജിരീന ഇലൽ അംരീകിയത്തൈനി. അമേരിക്കൻ ഐക്യനാടുകളായിട്ടുള്ള ബ്രസീല്, അർജന്റീന എന്ന ഭാഗം. അതാണ് 2 അമേരിക്ക, വടക്കേ അമേരിക്കൻ തെക്കേ അമേരിക്കയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഉദബാഉൽ അറബുൽ മുഹാജിരീൻ അൽ ആഫ്രിക്ക, ആഫ്രിക്കൻ വൻകരയിലേക്ക് യാത്ര പോയിട്ടുള്ള അറബികൾ. ഉദബാഉൽ അറബുൽ മുഹാജിരീന ഇലൽ ആസ്ട്രേലിയ, ആസ്ട്രേലിയൻ വൻകരയിലേക്ക് യാത്ര ചെയ്തിട്ടുള്ള അറബ് സാഹിത്യകാരന്മാര്. ഉദബാഉൽ അറബുൽ മുഹാജിരീന ഇലൽ ഹിന്ദ്, ഇന്ത്യൻ പ്രവിശ്യയിലേക്ക് യാത്ര ചെയ്യപ്പെട്ട അറബ് സാഹിത്യകാരന്മാരെന്നുള്ളതാണ്. അപ്പൊ ഇവിടെ കുറച്ച് ആൾക്കാർ ആൻസർ ചെയ്തിട്ടുണ്ട്, കുറെ ആൾക്കാർ ചെയ്യാതിരിപ്പുണ്ട്. എന്തായാലും നിങ്ങൾ പറഞ്ഞതുപോലെ ഓപ്ഷൻ എ ആണ് ശരിയായി വരിക. നമുക്ക് അദബുൽ മഹ്ജർ എന്ന് പറയുന്നത് അമേരിക്കൻ ഐക്യനാടുകളായിട്ടുള്ള വടക്കേ അമേരിക്കയിലേക്കും തെക്കേ അമേരിക്കയിലേക്കും, നമ്മൾ ഈ കോണ്ടിനെന്റ്സിനെ കുറിച്ച് പറയുന്ന സമയത്ത്, ലോകത്തിലുള്ള വൻകരകളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയുന്ന 2 വൻകരകളാണ് വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയും എന്ന് പറയുന്നത്. ഓക്കെ, സൗത്ത് അമേരിക്ക ആൻഡ് നോർത്ത് അമേരിക്ക എന്ന് പറയുന്നത്. അപ്പോ ഈ 2 അമേരിക്കൻ ഐക്യനാടുകളിലേക്കും അറബികളായിട്ടുള്ള
കുറച്ച് ആൾക്കാർ, അതെവിടെയാണ് നമ്മൾ അടുത്ത ഡിസ്കഷനിൽ പറയും, ആ കുറച്ച് ആൾക്കാർ യാത്ര നടത്തിയിട്ടുണ്ട്. ആ യാത്ര നടത്തുകയും അവിടെ ചെന്നുകൊണ്ട് സാഹിത്യത്തിലേക്കുള്ള വഴി തെളിക്കുകയും ചെയ്തിട്ടുള്ള അറബ് സാഹിത്യകാരന്മാരെയാണ് നമ്മൾ മെഹ്ജറുകൾ എന്ന് പറയാം. ഓക്കെ, ഈ മെഹ്ജർ എന്ന് പറയുന്ന ഒരു പദം ആദ്യമായിട്ടൊക്കെ നമുക്ക് പരിചിതമാകുന്നു ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിലായിരുന്നു അല്ലെ. മുഹാജിരീങ്ങൾ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, മക്കയിലുള്ള ഖുറൈശികളുടെ ആ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇസ്ലാം പ്രബോധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് നേരിടേണ്ടി വന്നിരുന്ന ആ ഒരു പ്രയാസവും പ്രതിസന്ധിയും കാരണം പിന്നെ മക്കയിൽ നിന്ന് മദീനയിലേക്കാണ് ഇസ്ലാമിന്റെ ആദ്യത്തെ ഒരു മൈഗ്രേഷൻ നടക്കുന്നത്. അപ്പം അതിൽ നിന്ന് തന്നെ നമുക്ക് നമുക്ക് പരിചിതമായ ഒരു വാക്കാണ് മെഹ്ജർ എന്നത് എന്താണെന്നുള്ളത്. പക്ഷെ അദബുൽ മെഹ്ജർ എന്ന് പറയുന്ന സമയത്താണ് അറബികളായിട്ടുള്ള സാഹിത്യകാരന്മാർ അമേരിക്കയിലേക്ക് യാത്ര പോയി എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ചോദ്യം, بأي اسم اشتهر العمل الأدبي الذي أبدعه جماعة من العرب الذين هاجروا إلى قارة أمريكا. ബിഅയി ഇസ്മിൻ, ഏതൊരു നാമത്തിലാണ് ഇഷ്തഹറൽ അമലുൽ അദബി, സാഹിത്യ പ്രവർത്തനത്തെ അറിയപ്പെട്ടത്, അല്ലദി അബ്ദഅഹു, അത് തുടക്കം കുറിച്ചു, ജമാഅത്ത് മിനൽ അറബുൽ ലദീന ഹാജറു ഇല ഖാറത്തി അമേരിക്ക, അമേരിക്കൻ ഐക്യനാടുകളിലേക്ക് യാത്ര പോയിട്ടുള്ള സഞ്ചരിച്ചിട്ടുള്ള അറബികളായിട്ടുള്ള ഒരു കൂട്ടം സാഹിത്യകാരന്മാരെ തുടങ്ങി വെച്ച പ്രവർത്തനത്തിന് എന്താണ് പേരിൽ വിളിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഇത് തന്നെയാണ് അവിടെയും പറഞ്ഞത്, അദബുൽ മെഹ്ജർ എന്നുള്ളത്. അദബ് സ്വആലിക്ക് ഏത് കാലഘട്ടവുമായി ബന്ധപ്പെട്ടതാണ്? ജാഹിലിയ. ജാഹിലിയ കാലഘട്ടത്തിൽ ഒരു കൂട്ടം നാടോടി കവികൾ ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. പ്രധാനപ്പെട്ട 4 നാടോടി കവികളുടെ പേര് പറയാവോ? 4 പേരാണ്, 3 പേരല്ല കേട്ടോ. സലക്ക. ഓക്കെ, 4 പേരായി. ഇനി കുറെ ആൾക്കാരുണ്ട്, പ്രധാനപ്പെട്ട 4 പേര് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, നവാദിർ എന്ന് പറയുന്നത് ഏകദേശം ഈ പറയുന്ന അദബുൽ മൻഖൂർ, ഈ പറയുന്ന ഈ എന്താണ് ഒരു സംബോധനാണ്, ഈ സ്വആലിക്ക് പോലത്തെ സംഭവം. ഇനി ലൈസ മിൻ അബ്റസി മൗളൂഅത്തി അദബുൽ മെഹ്ജർ, അദബുൽ മെഹ്ജറിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ പെടാത്തത് ഏതാന്നുള്ളതാണ്. ഹുർരിയത്തു ദീനിയ, മതപരമായിട്ടുള്ള സ്വാതന്ത്ര്യം, നഖ്ദുൽ മുജ്തമഅ, സാമൂഹിക നിരൂപണം, മദഹുൽ ഹുക്കാം, എന്താണ് അവിടെയുള്ള ഭരണാധികാരികളെ പ്രകീർത്തിക്കൽ, അൽ ഹുനൈനു ഇലൽ വതൻ, എന്താണ് തന്റെ നാട്ടിനോടുള്ള ഒരു അഭിനിവേശം അല്ലെങ്കിൽ ഒരു ഗൃഹാതുരത്വം എന്ന് പറയും. തന്റെ നാട്ടിലോ അഥവാ താൻ ജനിച്ച തന്റെ നാട്ടിനോടുള്ള ഒരു ഗൃഹാതുരത്വം എന്ന് പറയുന്ന സംഭവം. ഓക്കെ, എല്ലാരും ആൻസർ ചെയ്യണേ. വെറും 2 പേരാണ് ആൻസറിലേക്ക് എത്തി കണ്ടത്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ മലയാളം പോലും വായിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, ഞാൻ ഉത്തരത്തിലേക്ക് കടക്കുകയാണ്. മദ്ഹുൽ ഹുക്കാം എന്നുള്ളതാണ്, അഥവാ ഈ എന്താണ് വളരെ വലിയ പണ്ഡിതന്മാരെ അല്ലെങ്കിൽ അവിടെയുള്ള നേതാക്കന്മാർ മദ്ഹ് ചെയ്യുക എന്നുള്ളത്. അതായത് ഈ അദബുൽ മെഹ്ജർ അഥവാ മെഹ്ജർ സാഹിത്യം തുടങ്ങാൻ ഒരു കാരണമുണ്ട്. അതായത് ഈ ഉസ്മാനി ഖിലാഫത്തിന്റെ അവസാനത്തോടുകൂടി അറബ് ഐക്യനാടുകളിൽ വളരെ വലിയ ഒരു എന്താ പറയാ ദാരിദ്ര്യം പിടികൂടുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെയൊക്കെ എന്താണ് സാമ്പത്തികപരമായിട്ടുള്ള ഒരുപാട് മേഖലകളിലേക്ക് ഭരണകൂടം കടന്നു കയറ്റുകയും അവരെയൊക്കെ എന്താണ് ഒരു മൈഗ്രന്റ് ആക്കിക്കൊണ്ട് മാറ്റുന്ന ഒരു അവസ്ഥയുണ്ടായി. അപ്പൊ ഇവർക്ക് ഈ നാട്ടിൽ നിൽക്കക്കഴിയില്ലാതെ അവർ എന്ത് ചെയ്തു, പല നാടുകളിലേക്ക് ഇങ്ങനെ യാത്ര പോയതാണ്. അപ്പൊ അവർക്ക് ഈ സ്വാഭാവികമായിട്ട് നമ്മൾ ഒരു സമൂഹത്തിന് ഒരു അടിച്ചമർത്തൽ നേടപ്പെടുന്ന സമയത്ത് അവർക്ക് മതപരമായിട്ടുള്ള വിയോജിപ്പുകൾ ഉണ്ടാവാം, അല്ലെ, മതപരമായിട്ടുള്ള വിയോജിപ്പുകൾ ഉണ്ടാവാം. സമൂഹത്തിലുള്ള പല നിലപാടുകളെ കുറിച്ചിട്ടും അവർക്ക് എന്താണ് യോജിക്കുന്നതും യോജിക്കാത്തതുമായിട്ടുള്ള ഒരു 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 നിലപാടുകൾ ഉണ്ടാവും. അതാണ് നഖ്ദുൽ മുജ്തമഅ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇന്ന വിഷയങ്ങൾ കുറെ വിഷയങ്ങളിൽ അവർക്ക് ചില നിലപാടുകളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ അവരുടെ എന്താണ് സാഹിത്യത്തിൽ പ്രതിഫലിച്ചിരുന്നു എന്നുള്ളതാണ്.
ഇപ്പൊ ജിബ്രാൻ ഖലീൽ ജിബ്രാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു കടുത്ത മതവിരോധിയായിരുന്നു. ജിബ്രാൻ ഖലീൽ ജിബ്രാൻ അദ്ദേഹത്തിന്റെ ഈ എന്താണ് അദ്ദേഹത്തിന്റെ സാഹിത്യ രചനകളിൽ അദ്ദേഹം നിരീശ്വരവാദത്തെ ഒന്നും അല്ലെങ്കിലും അദ്ദേഹത്തിന് എന്താണ് മതത്തിന് അപ്പുറത്തേക്കുള്ള മാനവികതയ്ക്ക് അദ്ദേഹം പ്രാധാന്യം നൽകിയിരുന്നു. ഓക്കെ, മതം എന്താണ് മാനവികതയാണോ അല്ലേ എന്നുള്ളതൊക്കെ മറ്റൊരു ചർച്ചയാണ്. ഞാൻ അതിലേക്കൊന്നല്ല പോണത്. പകരം എന്താണ് അദ്ദേഹം മാനവികത എന്ന് പറയുന്ന ഒരു സംഭവത്തെ കൺസെപ്റ്റിനെ മുന്നോട്ട് വെക്കുകയും മതപരമായിട്ടുള്ള ചർച്ചകൾക്ക് അദ്ദേഹം വിട്ടുനിന്നിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഒരു സമൂഹത്തിൽ നിന്ന് മറ്റൊരു സമൂഹത്തിലേക്ക് മാറി താമസിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു എന്താണ് ഗൃഹാതുരത്വം എന്ന് പറയുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവാറുണ്ട്. ഇപ്പോ നിങ്ങളിപ്പോ ഒരു സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്ക് ജോയിൻ ചെയ്യുന്നു വെച്ചോ, സ്വാഭാവികമായിട്ടും ആദ്യത്തെ സ്കൂളിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ കൂട്ടുകാരെന്ന് നിങ്ങളെ സംബന്ധിച്ച് ഭയങ്കര എന്താണ് പ്രീഷ്യസ് ആയിരുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ചിന്ത എപ്പോഴും അവിടേക്ക് തിരിച്ചു പോകണം എന്നുള്ളതായിരിക്കും. ഇല്ലേ? അങ്ങനെ ആയിക്കൂലേ? അങ്ങനെയാവൂലേ? അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഇവരും അങ്ങനെ ചിന്തിച്ചിരുന്നു എന്നുള്ളതാണ് ഈ അൽ ഹുനൈൻ ഉൽ വത്തൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യം, അവ്വൽ ജരീദത്തിന് അറബിയത്തിൻ അസസതു ഫി മഹ്ജർ ഷിമാലി. മഹ്ജർ ഷിമാലിയിൽ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്ത അറബ് പത്രം ഏതെന്നുള്ളതാണ്. അസ്സമീർ, കൗക്കബ് അംരീക, അസ്സായിഹ്, അൽ ഉസ്ബ. ഓക്കെ, നമുക്ക് ഉത്തരം നോക്കാം. കൗക്കബ് അംരീക്കയാണ്. കൗക്കബ് അംരീക്കയാണ് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യുന്ന പത്രം. അതാരാണ് സ്റ്റാർട്ട് ചെയ്യണത്? പബ്ലിഷ് ചെയ്യുന്ന ആരാണ്? നമ്മൾ മുമ്പൊരിക്കല് നമ്മുടെ PSC ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് കമ്പോണ് ഇബ്രാഹിം. ഇബ്രാഹിം നജീബുൽ അറബീലിയും തന്റെ സഹോദരനായ ഇബ്രാഹിമുൽ അറബീലിയും ചേർന്ന് കൊണ്ട് പബ്ലിഷ് ചെയ്ത ഒരു പത്രമാണ് കൗക്കബ് അംരീക്ക എന്നുള്ളത്. 1892 ഏപ്രിൽ 15 ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യുകയും 1896 വരെ ഏകദേശം 4 വർഷക്കാലം മാത്രം നിന്നിരുന്ന ചില അഭിപ്രായങ്ങൾ അനുസരിച്ച് കൊണ്ട് 1908 വരെയൊക്കെ അത് നിന്നിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. 1908 വരെയൊക്കെ ഈ പറയുന്ന കൗക്കബ് അംരീക്ക എന്ന് പറയുന്ന പത്രം നിലനിന്നിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. അതാണ് ആദ്യത്തെ വടക്ക് അമേരിക്കയിലുള്ള ആദ്യത്തെ അറബ് പത്രം എന്നുള്ളത്. ഇനി അസ്സമീർ എന്ന് പറയുന്ന ആര് പബ്ലിഷ് ചെയ്തതാണ്? അസ്സമീർ അബുമാലയുടെ ഒരു പത്രമാണ് സമീർ എന്നുള്ളത്. അസ്സായിഹ് എന്ന് പറയുന്നതോ അബ്ദുൽ മസീഹ് ഹദ്ദാദ് 1912 എൻ്റെ ഒരു ഓർമ്മ. അതുപോലെ ഉസ്ബ എന്ന് പറയുന്നത് ആരുടേതാണ്? ഉസ്ബത്തുൽസിയുടേതാണ് അൽ ഉസ്ബ എന്നുള്ളത്. അതാരാ പബ്ലിഷ് ചെയ്യണേ? മീശാൽ മാലൂഫ. ഓക്കെ, അടുത്തത് നമ്മൾ അമീനു റൈഹാനിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിലാണ്. അമീനു റൈഹാനി ഹുവ സാഹിബു അൽ കിതാബുൽ മഷ്ഹൂർ. അമീനു റൈഹാനി എന്ന് പറയുന്ന ഒരു സാഹിത്യകാരൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഏതൊരു ഗ്രന്ഥത്തിലാണ് പ്രശസ്തനാകുന്നത് എന്നുള്ളതാണ്. കിതാബുൻ നബി, കിതാബ് ഖാലിദ്, കിതാബുൽ ഖർബാൽ, കിതാബ് മിർദാദ്. ഓക്കെ 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 കിതാബ് മിർദാദ് ആരുടേതാണ്? കിതാബ് മിർദാദ് മീഖായിൽ നുഐമയുടെയാണ്. മിർദാദോ? മീഖായിൽ നുഐമയുടെ ആണല്ലേ മിർദാദ് എന്നുള്ളത്? ഓക്കെ, അപ്പോ ഐ തിങ്ക് മിർദാദ് മീഖായിൽ നുഐമയുടെ ആണ്. കിതാബ് അൻ നബിയോ? ജിബ്രാൻ ഖലീൽ ജിബ്രാൻ. കിതാബുൽ ഖിർബാന്റെ ആണെങ്കിലോ? ഖിർബാൻ മീഖായിൽ നുഐമ. അപ്പൊ ആൻസർ ഏത് വരും? കിതാബ് ഖാലിദ് എന്നുള്ളതാണ്. ഓക്കെ, അദ്ദേഹത്തിന് ഒരുപാട് ഗ്രന്ഥം ഉണ്ടായിരുന്നു അമീനു റൈഹാനിക്ക്. അദ്ദേഹം ഈ അമീനു റൈഹാനെ കുറിച്ച് പറയുകയാണെങ്കിൽ അമീനു റൈഹാനി എന്ന് പറയുന്ന വ്യക്തി
അദ്ദേഹം ഏത് സംഘടനയിലുള്ള ആളാണ്? അടുത്തൊരു ചോദ്യമാണേ. അദ്ദേഹം ഏത് സംഘടന, ഇത് മെമ്പർ ആയിരുന്നോ റാബിത്തുൽ കലമിയയിലെ? അല്ല. അല്ല അല്ലെ, റാബിത്തുൽ കലമിയയുടെ മെമ്പർ ഒന്നും അല്ലായിരുന്നു ആര്? ഈ പറയുന്ന അമീന റെഹാനി. വലാകിന്ന് ഇദ്ദേഹം എവിടെ ജീവിച്ചിരുന്നു? ഈ പറയുന്ന അമേരിക്ക ഷിമാലയിൽ അദ്ദേഹം ജീവിച്ചിരുന്നു. ഇനി അദ്ദേഹം എന്തുകൊണ്ട് റാബിത്തുൽ കലമിയയുടെ മെമ്പർ ആയില്ല എന്ന് ചോദിച്ചാല്, ഇദ്ദേഹവും ജിബ്രാൻ ഖലീൽ ജിബ്രാനും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ട്. അതായത് മതപരമായ വിഷയത്തിൽ പരസ്പരം രണ്ട് ചേരിയിലായിരുന്നു ആര്? ജിബ്രാൻ ഖലീൽ ജിബ്രാനും അതോടൊപ്പം തന്നെ തന്റെ സുഹൃത്തായിട്ടുള്ള അമീനു റെയ്ഹാൻ, രണ്ടുപേരും നല്ല കൂട്ടുകാരായിരുന്നു. ഇദ്ദേഹം അമീനു റെയ്ഹാനി ഒരു മതപുരോഹിതൻ കൂടിയാണ്. ഇവര് രണ്ടുപേരും വ്യത്യസ്ത ആശയങ്ങളിലായതുകൊണ്ട് സ്വാഭാവികമായിട്ടും ജിബ്രാൻ ഖലീൽ ജിബ്രാന്റെ നേതൃത്വത്തിൽ നിലവിൽ വന്ന റാബിത്തുൽ കലമിയുടെ മെമ്പറായിട്ട് ആരും അറിയില്ല. അദ്ദേഹം ഉൾപ്പെടുന്ന ചില ആൾക്കാർക്ക് താല്പര്യം ഉണ്ടായില്ല. അപ്പൊ ഇദ്ദേഹത്തിന്റെ കീഴിൽ തന്നെ മറ്റൊരു റാബിത്തുൽ കലമിയ, സമാന്തരമായിട്ടൊരു റാബിത്തുൽ കലമിയുടെ സ്ഥാപിക്കപ്പെടുന്നുണ്ട്. റാബിത്തുൽ കലമിയത്ത് സാനിയ എന്ന പേരിൽ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു. അതുപോലെ പ്രശസ്തമുള്ള സംഘടനയൊന്നും അല്ല, നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ അതാണ് അമീനു റെയ്ഹാനി എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് പറയാനുള്ളത്. അദ്ദേഹം ലബ്നാനിൽ തന്നെ ബുഷറ എന്ന് പറയുന്ന ഗ്രാമത്തിൽ ജിബ്രാന്റെ അയൽവാസിയായിട്ട് തന്നെ ജീവിച്ച ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിന്റെ മറ്റൊരു ലഖബ് എന്നുള്ളത് ഫൈലസൂഫുൽ ഫരീഖ എന്ന പേരിലാണ്. ഓക്കെ, ഫൈലസൂഫുൽ ഫരീഖ എന്ന പേരിൽ ഇദ്ദേഹത്തെ അറിയപ്പെടാറുണ്ട്. തസ്രീഹാത്തു സ്വഹീഹ അൻ ജിബ്രാൻ ഖലീൽ ജിബ്രാൻ, അല്ലെങ്കിൽ ജിബ്രാൻ ഖലീൽ ജിബ്രാൻ. അതായത് ജിബ്രാൻ ഖലീൽ ജിബ്രാനെ പറ്റി ചില സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്, ശരിയായി തിരഞ്ഞെടുക്കാം. ഖാന ജിബ്രാൻ റഈസ് ലിൽ ഉസ്ബത്തുൽ അൻദലുസിയ്യ ഫിൽ മഹ്ജർ അറായിസുൽ മുറൂജ് ഹുവ ദീവാൻ ശഅറുൽ ജിബ്രാൻ കാന ജിബ്രാൻ യക്തുബു മുഅല്ലഫാതുഹു ബിൽ ലുഗത്തിൽ അറബിയ്യ വൽ ഇൻജിലീസിയ്യ അന്നബിയ്യ ഹുവ കിതാബുൻ ജിബ്രാനുൽ മഷ്ഹൂർ. ജിബ്രാൻ സാഹിത്യങ്ങളെ അദ്ദേഹത്തിന്റെ അറബി ഭാഷയിലും ഇംഗ്ലീഷ് ഭാഷയിലും എഴുതിയിരുന്നുവെന്നും അൻ നബി എന്ന ജിബ്രാന്റെ ഗ്രന്ഥമാണ് ഏറ്റവും പ്രശസ്തമായ അദ്ദേഹത്തിന്റെ ഗ്രന്ഥം എന്നും അറിയപ്പെടുന്നു. ഇതിൽ ശരിയായ സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഓപ്ഷൻ ഡി ആണ് ശരിയായി വരാം. അതായത് ജിബ്രാൻ ഖലീൽ ജിബ്രാൻ അറബ് ഭാഷയിലും അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് ഭാഷയിലും എഴുതിയിരുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അന്നബി എന്ന് പറയുന്ന ഗ്രന്ഥം അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഗ്രന്ഥമാണ്. അറായിസുൽ മുറൂജ് എന്നുള്ളത് അദ്ദേഹത്തിന് എന്താണ്? അറായിസുൽ മുറൂജ് കിസ്സയാണ് അറായിസുൽ മുറൂജ് എന്നുള്ളത്. ഓക്കെ, പിന്നെ ജിബ്രാൻ ഖലീൽ ജിബ്രാന് ഉസ്ബത്തുൽ അൻദലുസിയുടെ റയീസ് ആയിരുന്നോ? റാബിത്തുൽ കലമിയയുടെ എന്തായിരുന്നു? പ്രസിഡന്റ് ആയിരുന്നു ഇദ്ദേഹം എന്നുള്ളതാണ്. അടുത്തൊരു ചോദ്യം വീണ്ടും ജിബ്രാനെ പറ്റിയിട്ട് സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യമാണ്. കാനൽ ജിബ്രാൻ ഖലീൽ ജിബ്രാൻ മുസ്തശാറ റാബിത്തുൽ കലമിയ അന്നബി ഹുവ കിതാബുല്ലാഹ് വ കിതാബുൻ അല്ലഫഹു ജിബ്രാൻ ഖലീൽ ജിബ്രാൻ ബിലുഗത്തിൽ അറബിയ. അല്ലാന്നല്ല കേട്ടോ, അല്ലഫഹു എന്നാണ്, അവിടെ ഒരു ഫാ മിസ്റ്റേക്ക് ആണ്. അടുത്തത് അൽ അജ്നിഹത്തുൽ മുതകസ്സിറ സീറത്തു ദാത്തിയൽ ജിബ്രാൻ അൽ മവാഖിബ് ദീവാൻ ഷഅറുൽ ജിബ്രാൻ. ഓക്കെ, നമുക്ക് ഉത്തരം നോക്കാം. ഓപ്ഷൻ എ ആണ് ശരിയായ വരാം അല്ലെ. ജിബ്രാൻ റാബിത്തുൽ കലമിയുടെ മുസ്തശാർ ആരായിരുന്നു? നിയമോപദേഷ്ടാവാരായിരുന്നു? മുസ്തശാർ മീഖായിൽ നഈമായിരുന്നു. മീഖായിൽ നഈമായിരുന്നു. പിന്നെ അൻ നബി എന്നുള്ളത് അദ്ദേഹത്തെ ഏത് ഭാഷയിൽ എഴുതിയ ഗ്രന്ഥാണ്? ഇംഗ്ലീഷ്. അജ്നിഹത്തുൽ മുതകസ്സിറ എന്നുള്ള എന്താണ് അദ്ദേഹത്തിന്റെ? റിവായാണ്. മവാക്കിബ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ദീവാനു ഷെയറാണ് അല്ലെ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഓക്കെ, ഇതിങ്ങനെ ചോദിച്ചതുള്ളൂ കേട്ടോ. ഈ മവാക്കിബ് എന്ന് പറയുന്ന ഗ്രന്ഥം ദീവാനു ഷെയർ ആണെന്ന് മവാക്കിബിനെ പറ്റി മുമ്പ് ചോദിച്ചിട്ടുള്ളത് കേട്ടത്തിൽ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. മവാക്കിബ് എന്ന് പറയുന്ന ആ ഗ്രന്ഥാണെന്നും
പക്ഷേ ഇതിന്റെ അകത്ത് പിന്നെ ദിവാൻ ഷെയർ ആണെന്ന് പറയുന്നുണ്ട്. ഇനി മുമ്പ് എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ ചില ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. വാഹിദത്തും മിനൽ ആത്തിയത്തി ലാ തുഇദ്ദു മിൻ മജ്മുഅത്തി മക്കാലാത്ത്. മക്കാലാത്തുകളിൽ പെടാത്തത് ഏതെന്ന? അജ്നിഹത്തുൽ മുതക്കസ്സിറ, ഹദീസുൽ അർബഅ, ഹസ്സാദുൽ ഹുഷൈം, അൽ ഫുസൂൽ. ഓക്കെ, കറക്റ്റ് ആണ്. അജ്നിഹത്തുൽ മുതക്കസ്സിറ എന്നുള്ളതാണ്. ഓക്കെ, ഹദീസുൽ അർബഅ ആരുടെയാണ്? ഹുസൈൻ. ഓക്കെ, അതുപോലെ ഹുസ്സാദുൽ ഹഷീമോ? മാസിനിയുടേതാണോ? ആരുടേതാ? മാസിനി. മാസിനിയുടെയാണ്. അല്ല, അക്കാദിന്റെയാണ്. അക്കാദിന്റെയാണ്. അല്ല, മാസിനിയുടെ ഒരു മിനിറ്റ്. ഹസ്സാദുൽ ഹുഷൈം മാസിനിയുടെയും ഈ പറയുന്ന ഫുസൂൽ എന്നുള്ളത് അക്കാദിന്റെയാണ്. മനസ്സിലായോ? ഹസ്സാദുൽ ഹുഷൈം എന്നുള്ളത് ആരുടെയാണ്? മാസിനിയുടെയാണ്. ഫുസൂൽ ആരുടെയാണ്? അക്കാദിന്റെയാണ്. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് ലൈസത്ത് മിൻ മുഅല്ലഫാത്തി ജിബ്രാൻ ഖലീൽ ജിബ്രാൻ. ജിബ്രാൻ ഖലീൽ ജിബ്രാന്റെ മുഅല്ലഫാത്തിൽ പെടാത്തത് ദംഅത്തൻ ബിബ്തിസാമാൽ മവാഖിബ് ഇബ്തിസാമാതി വദുമൂഇ അറായിസുൽ മുറൂജ്. ഓക്കെ ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇബ്തിസാമാതി വദുമൂ എന്നുള്ള ആളുകൾ എന്താണ്? ഇബ്തിസാമാതി വദുമൂ എന്നുള്ളത് അല്ലല്ല. മീസിയാദയാണ് ഇബ്തിസാമാതി. മീസിയാദയാണ് ഇബ്തിസാമാതി വദുമൂ എന്നുള്ളത്. ഓക്കെ, ദമീ വദുമൂഇ വഇബ്തിസാമി എന്നുള്ളതാണ് നമ്മുടെ അത് ദംഅത്തൻ ഫബ്തിസാമ. അത് ദംഅ ഫഇബ്തിസാമ എന്നുള്ളതാണ് യഹിയ ഹക്കിയുടെ റിവായ. ഓക്കെ, ദംഅത്തൻ ഫഇബ്തിസാമ. ഓക്കെ, അപ്പം ദംഅത്തൻ വഇബ്തിസാമ ഉണ്ട്, ദംഅ ഫബ്തിസാമയുണ്ട്, ഇബ്തിസാമാതി വദുമൂ ഉണ്ട്. ഇബ്തിസാമാതി വദുമൂ ആരുടെയാണ്? നമ്മൾ പറഞ്ഞതുപോലെ മീസിയാദയുടെയാണ്. ക്ലിയർ ആക്കാം. പിന്നെ കഴിഞ്ഞ മുമ്പ് എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ് അറായിസുൽ മുറൂജ് ആരുടേതാണെന്നും ദംഅത്തൻ വഇബ്തിസാമ ആരുടെയാണെന്നൊക്കെ മുമ്പും പിന്നീടൊക്കെ ആയിട്ട് ചോദ്യങ്ങൾ ഇങ്ങനെ വന്നിട്ടുള്ള റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇനി അജ്നിഹത്തുൽ മുതക്കസ്സിറ എന്ന് പറയുന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? മസ്റഹിയ നാടകം രചിച്ചത് ആരാണ്? ഖലീൽ ജിബ്രാൻ, ഫർഹ് അന്തുൻ, തൗഫീഖുൽ ഹക്കീം, യഹിയ ഹക്കി. ഓക്കെ, ഖലീൽ ജിബ്രാനാണ്. ഓക്കെ, ഖലീൽ ജിബ്രാനാണ്. ഈ ഒരു ചോദ്യം ഇങ്ങനെ മസ്റഹിയ എന്ന് കാണുന്ന സമയത്ത് ഓക്കെ ഒരു കാര്യം പറയാണ്. ഈ ഒരു ചോദ്യം ഇങ്ങനെ മസ്റഹിയ എന്ന് കാണുമ്പോൾ ചിലർക്ക് കൺഫ്യൂസിങ് ഉണ്ടാവാം. അജ്നിഹത്തുൽ മുതക്കസ്സിറ മസ്റഹിയ അല്ല, റിവായാണ് അല്ലെ? അദ്ദേഹത്തിന്റെ അതായത് എന്താണ് നമ്മുടെ അന്നഫാഹുരിയിലൊക്കെ റിവായ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പക്ഷേ ചില ഗ്രന്ഥകർത്താക്കള് ഇതിനെ മസ്റഹിയായിട്ട് എണ്ണപ്പെട്ടിട്ടുണ്ട്, ചില ഗ്രന്ഥകർത്താക്കൾ. അപ്പൊ ആ ഗ്രന്ഥത്തിൽ നിന്നായിട്ടാണ് ഈ മസ്റഹിയ എന്ന് കാണുന്നുണ്ട്. ഓക്കെ, അന്ന് വലിയൊരു കൊലാലൊക്കെ ഉണ്ടായൊരു ടോപ്പിക് ആയിരുന്നു നമ്മുടെ ബ്രൈറ്റില് തന്നെ, നമ്മുടെ നെറ്റിന്റെ ക്ലാസ്സിൽ. ഓർക്കുന്നുണ്ടാവും വിചാരിക്കുന്നു. ഓക്കെ, നോട്ട്സില് മസ്റഹിയ എന്ന് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ മസ്റഹിയ എന്നും അവിടൊപ്പം തന്നെ റിവായ എന്നൊക്കെ ചോദ്യങ്ങളിൽ വരാറുണ്ട്. സംഭവം രണ്ടും ശരിയാണ്. ഓക്കെ, ചില റിവായകളെ, ചില മസ്റഹിയകളെ നാടകങ്ങളായിട്ട് പിന്നീട് പുനരാവിഷ്കാരണം ചെയ്യാറുണ്ട്. മനസ്സിലാക്കാൻ നോവലായിട്ടായിരിക്കും എഴുതലുണ്ടാവുക. അത് പിന്നീട് നാടകമായിട്ട് മാറ്റപ്പെടും ആ സാഹിത്യകാരൻ തന്നെ. അതിന് പിന്നെ മസ്റഹിയ എന്ന പേരിലായിരിക്കും അറിയപ്പെടുക. അങ്ങനെയും ചില ചാൻസുകൾ ഉണ്ട് ഇതിന് അജ്നിഹത്തുൽ മുതക്കസ്സിറയെ മസ്റഹിയ എന്ന് വിളിക്കാൻ. മാത്രമല്ല അജ്നിഹത്തുൽ മുതക്കസ്സിറ പിൽക്കാലത്ത് നാടകമായി മാറുകയും ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? യെസ്.
അടുത്തൊരു ചോദ്യം കണ്ടോ, ഇതേ സാധനമാണ്. അപ്പുറത്തൊന്ന് ഒരു ചോദ്യമുണ്ട്. അൽ അജ്നിയത്തുൽ മുതക്കസ്സിറ ഹിയ ഡേഷ് ലി ജിബ്രാൻ ഖലീൽ ജിബ്രാൻ. ദീവാന് ഷിഅർ, റിവായ, മസ്റഹിയ, മക്കാല. കണ്ടോ, ഒരു കൺഫ്യൂസിങ് ചോദ്യമാണ്. ഇതിന്റെ ഉത്തരം റിവായതാണ് കേട്ടോ. ഇതിന്റെ ഉത്തരം റിവായാണ്. ഇത് അത്യാവശ്യം, അതായത് ഇവിടെ നമ്മൾ പ്രയോഗിക്കേണ്ട ഉത്തരം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ കൊണ്ട് എന്ത് ചെയ്യേണ്ടി വരും, സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഹയർ ഓപ്ഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ചലഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കാരണം മുൻകഴിഞ്ഞ വർഷത്തിലെ ചോദ്യത്തില് മസ്റഹിയ എന്ന് ചോദിച്ച ചോദ്യം പിന്നീട് ചോദിച്ചത് റിവായ ആയിട്ട് വന്നത് കൊണ്ട് രണ്ട് ഓപ്ഷനും ശരിയാക്കണം എന്ന രൂപത്തിൽ നിങ്ങൾക്ക് അപ്പീലിന് പോകാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ചോദ്യമാണ് അജ്നിയത്തുൽ മുതക്കസ്സിറുടെ ചോദ്യം. കാരണം എന്താണ് ഞാൻ മുമ്പ് പറഞ്ഞു. ഓക്കെ, രണ്ട് ഉത്തരവും ശരിയായിട്ട് വരേണ്ടതാണ്. മസ്റഹിയ റിവായ ശരിയായിട്ട് വരേണ്ടതാണ് ഈ ഒരു ചോദ്യത്തിൽ. കൺഫ്യൂസിങ് ഇല്ലല്ലോ? ഇല്ല. ഇനി അടുത്തത് അത്തായിഹ് റമലു വ സബദ്. ഇത് രണ്ട് ആരുടെ ഗ്രന്ഥങ്ങളാണ്? ജിബ്രാൻ. ഓക്കെ, എല്ലാവർക്കും അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ഇൻഷാ അല്ലാഹ് ടൈപ്പ് തന്നെ ചെയ്യാം. ജിബ്രാൻ ഖലീൽ ജിബ്രാന്റെ ആണ്. വെരി ഗുഡ്. ഇനി അടുത്തത് അൻ നബിയ് കിതാബുൻ ഫൽസഫിയുൻ ലി ജിബ്രാൻ ഖലീൽ ജിബ്രാൻ കതബ അവ്വലൻ ബിൽ ലുഗത്തിൽ അറബിയ്യത്തി വൽ ലുബ്നാനിയ്യത്തി വൽ ഇൻജിലീസിയ്യത്തി വൽ ഫറൻസിയ്യ. അൻ നബി എന്ന് പറയുന്നത് ഒരു ജിബ്രാൻ ഖലീൽ ജിബ്രാന്റെ ഫിലോസഫിക്കൽ ഗ്രന്ഥമാണ്. അഥവാ എന്താണ്, കുറെ തിങ്ക് ചെയ്തുകൊണ്ട് മാത്രം ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു സാധാരണക്കാരന് വായിച്ചാൽ മനസ്സിലാവാത്ത ഒരു പുസ്തകമാണ് നബി എന്നുള്ളത്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ എന്റെ +2 പഠന കാലയളവിലാണ് നബി എന്ന് പറയുന്ന ഒരു പുസ്തകത്തിലൂടെ ജിബ്രാനെ പരിചയപ്പെടുന്നത് തന്നെ, പ്രവാചകൻ എന്ന മലയാളം വിവർത്തനത്തിലൂടെ. എനിക്ക് ആ പുസ്തകം സത്യം പറഞ്ഞാൽ ഒന്നും മനസ്സിലായിട്ടില്ല. അങ്ങനെ ഫിലോസഫികൾക്ക് എന്താണെന്ന് തന്നെ പിന്നീട് പിൽക്കാലത്താണ് ഞാൻ തിരിച്ചറിയുന്നത്. പിന്നീട് വായിക്കുമ്പോഴാണ് അതിന്റെ ഒരു ചരിത്രമൊക്കെ മനസ്സിലാകുന്നത്. അപ്പോ ഒരു ഫിലോസഫർ കൂടിയായിരുന്നു ആര്, ജിബ്രാൻ ഖലീൽ ജിബ്രാൻ എന്ന് പറയാം. അതേപോലെ തന്നെ ഈ അദബുൽ മെഹജറിലെ ഒരു ചെക്യോഫ് എന്ന് പറയുന്ന ഒരു മദ്ഹബിന്റെ ഒരു എന്താണ് പിൽപ്പുറക്കാരനായിട്ട് ഒരു സാഹിത്യകാരനുണ്ട്, ഒരു ഫിലോസഫർ കൂടിയുണ്ട്. അതാരാണെന്ന് പറയാൻ പറ്റുമോ? വേറൊരു ഫിലോസഫർ കൂടി, നമുക്ക് പ്രധാനപ്പെട്ട ഒരു ഫിലോസഫർ കൂടിയുണ്ട് നമ്മുടെ ഈ പറയുന്ന അദബുൽ മെഹജറിൽ. ആരാണ്? ജിബ്രാൻ അല്ലാതെ ആരുമില്ല? മീഖായി നഈം ഒരു ഫിലോസഫർ കൂടിയാണ്. അദ്ദേഹത്തിന്റെ ചില ഫിലോസഫിയൊക്കെ ഉണ്ട്, നമുക്ക് വായിച്ചാലൊക്കെ നമ്മള് ഈ പറയുന്ന എന്താണ് നിരീശ്വരവാദത്തിലേക്കൊക്കെ എത്തിച്ചേരുന്ന ചില ഫിലോസഫിയൊക്കെ ഉണ്ട്. അപ്പം അത്രയും വലിയ ഒരു നിരീശ്വരവാദി കൂടിയാണ് ഈ പറയുന്ന മീഖായി നഈം. അപ്പോ നബി എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഭാഷയിൽ അദ്ദേഹം എഴുതിയിട്ട് ലോകത്ത് ഒരുപക്ഷെ ഖുർആനിനേക്കാളും ബൈബിളിനേക്കാളും ഏറ്റവും കൂടുതൽ, ഖുർആനിനും ബൈബിളിനും ശേഷം ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റരിക്കപ്പെട്ട ഒരു ഭാഷയാണ്, ഒരു പുസ്തകമാണ് നബി എന്ന് പറയുന്ന പുസ്തകം ജിബ്രാന്റെ. അർവാഹുൽ ഹായിറ എന്ന് പറയുന്നത് ആരുടെ ദീവാനാണ്? ജിബ്രാൻ, നസീബ് ഉരൈള, ഈല്യ അബൂ മാലി, ജമീൽ സദക്കി, അസിഹാദ്. കറക്റ്റാണ്, നസീബ് ഉരൈളയുടെയാണ്. അടുത്ത ചോദ്യം ഷാഇറുൻ സൂരിയുൻ മിന ശുഅറാഇൽ മെഹ്ജർ. മെഹ്ജർ കവികളിലെ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു സിറിയൻ കവിയാണ് ഈ വ്യക്തി. ഇദ്ദേഹം ന്യൂയോർക്കിൽ വെച്ച് അൽ ഫുനൂൻ എന്ന് പറയുന്ന മജല്ല പബ്ലിഷ് ചെയ്തിരുന്നു. അസ്ദറ മജല്ലത്തുൽ ഫുനൂൻ ഫി ന്യൂയോർക്ക്. ഇനി ഇദ്ദേഹത്തിന്റെ ദീവാനാണ് അർവാഹുൽ ഹായിറ. മീഖായി നഈമ, ജിബ്രാൻ, നസീബ് ഉരൈള, വദീഉ ബാഹുത്ത്. ആരാണ്? നസീബ് ഉരൈളയാണ്. അപ്പൊ നസീബ് ഉരൈളയെ പറ്റി നമുക്കിപ്പോ എങ്ങനെ പറയാൻ പറ്റും? അപ്പൊ അദ്ദേഹത്തിന്റെ ഈ പറയുന്ന എന്ത് അർവാഹുൽ ഹായിറ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം, ഒരു ദീവാൻ മാത്രം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിലേക്ക് എത്താൻ പറ്റും. ഇനി ഈ 4 ഓപ്ഷനിൽ ഒരു പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത എന്നറിയോ? ഈ 4 ആൾക്കാരും ഈ വദീഉ ബാഹൂത്ത് എന്ന് പറയുന്ന വ്യക്തി, ഓക്കെ, വദീഉ ബാഹൂത്ത് റാബിത്തത്തുൽ കലമയിലാണോ ഉസ്ബത്തുൽ അന്ദലൂസിയയിലാണോ?
റാബിത്തത്തുൽ കലമിയില്. ഉറപ്പേനെയാ? ഉറപ്പാണോ? റാബിത്തത്തുൽ കലമിയ. ആ, അദ്ദേഹത്തിനാണ് അദ്ദേഹം റാബിത്തത്തുൽ കലമിയയിലെ ഒരു പ്രധാനപ്പെട്ട ആദ്യത്തെ എന്താണ് സാഹിത്യകാരന്മാരിൽ ഒരാളാണ് ആര്? ഈ പറയുന്ന വദിഉ ബാഹൂത്ത് എന്നുള്ളത്. അദ്ദേഹത്തിന്റെ ഒരു മക്കാലയുണ്ട്, ബർഗഷ എന്ന് പറയും. ബർഗഷ എന്ന് പറയുന്ന മക്കാലയാണ് ഇദ്ദേഹം മജ്മുഅത്ത് റാബിത്തത്തുൽ കലമിയിൽ ഇദ്ദേഹം പബ്ലിഷ് ചെയ്തത്. ഇതാണ് വദിഉ ബാഹൂത്തിനെ കുറിച്ച് എക്സ്ട്രാ പറയാനുള്ളത്. അദ്ദേഹം ഈ പറയുന്ന ലബനാനിലെ സാഹിത്യകാരനായിരുന്നു. ഓക്കെ, അടുത്ത മീഖായി നഈമയാണ്. അടുത്തൊരു ചോദ്യം, വദിഉൽ അൽ-അദീബുൽ ലുബ്നാനി അല്ലദി അദ്ദിഫ ബിനാസിക് ഷഖ്റൂബ്. ഈ നാസിക് ഷഖ്റൂബ് അഥവാ ഗുഹയിലെ സന്യാസി എന്നറിയപ്പെട്ട, ഷഖ്റൂബ് എന്ന് പറയുന്ന പ്രദേശമാണ്, പ്രദേശത്തിലെ സന്യാസി എന്നറിയപ്പെട്ട ലബനാനി സാഹിത്യകാരൻ ആരാണ്? ഞാൻ നേരത്തെ പറഞ്ഞു ആരാണ്? മീഖായി നഈമയാണ്. അപ്പൊ എക്സാമിന് ചോദിക്കാം നാസിക് ഷഖ്റൂബ് ആരാണെന്ന് ചോദിക്കാം. ഇനി നെറ്റ് ആയിക്കോട്ടെ, സെറ്റ് ആയിക്കോട്ടെ, PSC ആയിക്കോട്ടെ, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. മെഹ്ജറിലെ എത്ര ഗ്രന്ഥങ്ങളാണ് മീഖായി നഈമ രചിച്ചത്? 2 ഗ്രന്ഥങ്ങളാണോ, 4 ഗ്രന്ഥങ്ങളാണോ, 5 ഗ്രന്ഥങ്ങളാണോ, 7 ഗ്രന്ഥങ്ങളാണോ? ഓക്കെ, ഓപ്ഷൻ ബി, ഓപ്ഷൻ എ 2 ഗ്രന്ഥങ്ങൾ എന്നുള്ളതാണ്. 4 എണ്ണം അല്ല, 2 എണ്ണമാണ്. അത് ഏതൊക്കെയാണ്? ഒന്ന് ഖിർബാല്. ഒന്ന് ഖിർബാല്, പിന്നെ മറ്റൊന്ന് ഏതാ? ഹംസുൽ ജുഫൂന. അൽ ആബാ വൽ ബനൂൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മസ്റഹിയാണ്. അപ്പൊ അതിന്റെ അകത്ത് അദ്ദേഹം ഈ ഷർഖുൽ അറബ്, പൗരസ്ത്യ അറബ് ദേശത്ത് ഉണ്ടായിട്ടുള്ള സാമൂഹികപരമായിട്ടുള്ള ചരിത്രങ്ങൾ അല്ലെങ്കിൽ സാമൂഹികപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്കെതിരെ അദ്ദേഹം പ്രതികരിച്ച ഒരു നോവൽ, ഈ പറയുന്ന നാടകമാണ് ഈ പറയുന്ന അൽ ആബാ വൽ ബനൂൻ എന്ന് പറയുന്ന ഒരു നാടകം. ഓക്കെ, ഇനി ഖിർബാൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തെ പറ്റിയിട്ട് ഇൻഷാ നമുക്ക് വരും ചോദ്യങ്ങളിലൂടെ പരിചയപ്പെടാം. ലൈസ മിൻ മുഅല്ലഫാത്തി മീഖായി നഈമ. മീഖായി നഈമയുടെ മുഅല്ലഫാത്തിൽ പെടാത്തത്, ഗ്രന്ഥങ്ങളിൽ പെടാത്തത് ഏതാണ്? ഖിർബാൽ, അൽ ആബാ വൽ ബനൂൻ, കിതാബുൽ മിർദാദ്. ഓക്കെ, ഹംസുൽ ജനൂൻ ആരുടെയാണ്? ഹംസുൽ ജുനൂൻ ആരുടെയാണ്? നജീബ് മഹ്ഫൂദ്. നജീബ് മഹ്ഫൂദിന്റെയാണ്. ഹംസുൽ, ഇദ്ദേഹത്തിന് ഒരു ഹംസ് ഉണ്ട്, ഏതാ? ജുഫൂന്. ഹംസുൽ ജുഫൂൻ. അതിന്റെ പ്രത്യേകത എന്താ? അതൊരു മജ്മുഅത്തു ഷിർ അല്ലെ, കവിത സമാഹാരമാണ്. ഖിർബാൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തെ കുറിച്ച് പറയാം. അൽ ആബാ വൽ ബനൂൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞതാണ്. മിർദാദ് എന്ന് പറയുന്ന ഗ്രന്ഥം ആരുടേതാണ്? ഇദ്ദേഹത്തിന്റെ നോവലാണ് കേട്ടോ. ഇദ്ദേഹത്തിന്റെ നോവലാണ് ഖിർബാൽ എന്നുള്ളത്. കണ്ടോ, വീണ്ടും ചോദിച്ചിട്ടുണ്ട്. മിർദാദ് നോവലാണ്. ഓക്കെ, ഖിർബാൽ പറയാം. ഹംസുൽ ജഫൂൻ എന്നുള്ളത് മീഖായി നഈമയുടെ മജ്മുഅത്ത് മിനൽ മക്കാലാത്താണ്, ദീവാന ഷിറാണ്, റിവായത്തുൻ ജിത്തിമായാണ്, മസ്റിയത്ത് താരിഖിയാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു അതൊരു കവിതാ സമാഹാരമാണ് അല്ലെ, ദീവാന ഷിറാണെന്ന് നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, അടുത്തൊരു ചോദ്യം, കിതാബ് സാദൽ മആദ് ലിൽ ഇമാം ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ. ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ എന്ന് പറയുന്ന പ്രശസ്ത പണ്ഡിതൻ, ഇസ്ലാമിക പണ്ഡിതനായിട്ടുള്ള ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയയുടെ ഗ്രന്ഥമാണ് സാദുൽ മആദ് എന്ന് പറയുന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിന്റെ അതേ വിഷയത്തിൽ വഖദ് അല്ലഫ കിതാബ ഫി നഫ്സിൽ മൗളൂ, അതേ വിഷയത്തിൽ ഒരു സാഹിത്യകാരൻ ആധുനിക കാലഘട്ടത്തിൽ കവിത ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. അതാരാണ്? മീഖായി നഈമയാണോ, മുഹമ്മദ് ഹുസൈൻ ഹൈക്കലാണോ, ജിബ്രാൻ ആണോ? ഇവരാരുമല്ല എന്നുള്ളതാണ് ചോദ്യം. 28 പേര്, ഞാൻ ഉൾപ്പെടെ 28 പേര്, ഞാൻ ഇല്ലാതെ 26 പേര്. അതിന്റെ അകത്ത് ആൻസർ ചെയ്യുന്നത് 3 പേര്. വെരി ഗുഡ്, കീപ് ഇറ്റ്. വലൈസ അഹുൽ ഹാജാതി മംബാത നഇമൻ.
ബ്രൈറ്റിലെ സ്റ്റുഡൻസ് കേട്ട് 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 മടുത്തിട്ടുള്ള ഒരു കവിതയായിരിക്കും എന്ന് എനിക്കറിയാം, അല്ലെ? എപ്പോഴും ആവശ്യക്കാരനായ സഹോദരൻ ഉറങ്ങുന്നവനല്ല, എപ്പോഴും തന്റെ അവസരം എത്തുന്ന സമയത്ത് ഉണർന്ന് പ്രവർത്തിക്കുന്നവനാണെന്ന് ഞാൻ നിങ്ങളോട് എപ്പോഴും പറഞ്ഞു തരാറുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് ഉത്തരത്തിലേക്ക് വരിക. ഓപ്ഷൻ എ ആണ് ശരിയായി വരുന്നത്, മീസായി നഈമയാണ്. തെറ്റിക്കോട്ടെ, നമുക്ക് പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ തെറ്റുന്നത് കണ്ടിട്ട് ഞങ്ങൾക്ക് കളിയാക്കാനും നല്ല സമയം, പകരം നമ്മൾ തെറ്റ് തിരുത്തുകയാണ് ചെയ്യേണ്ടത്. അത് ഖിർബാൻ എന്ന് പറയുന്ന ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിന്റെ വിഷയം എന്താണ്? നോവലാണോ, മസ്രഹിയ നാടകമാണോ, നഖ്ദുൽ അദബി സാഹിത്യ നിരൂപണമാണോ, താരീഖ് ചരിത്ര ഗ്രന്ഥമാണോ? മാഷാ അല്ലാഹ്, ഏകദേശം നിങ്ങൾ പറഞ്ഞതെല്ലാം തന്നെ ശരിയാണ്. നഖ്ദുൽ അദബി സാഹിത്യ നിരൂപണം എന്നുള്ളതാണ്. അദ്ദേഹം സായിഹ് എന്ന് പറയുന്ന അബ്ദുൽ മസീഹ് ഹദ്ദാദിന്റെ സായിഹ് എന്ന് പറയുന്ന പത്രത്തില് 1921 മുതൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു മക്കാലയാണ് ഈ പറയുന്ന ഖിർബാൽ എന്നുള്ളത്. മുമ്പത്തെ PSC ചോദ്യമാണ്. അതിന്റെ അകത്ത് മുഖദ്ദിമ രചിക്കുന്നത് അബ്ബാസ് മഹ്മൂദ് അൽ അക്കാദായിരുന്നു. അബ്ബാസ് മഹ്മൂദ് അൽ അക്കാദായിരുന്നു അതിന് മുഖദ്ദിമ രചിക്കുന്നത്. അദ്ദേഹം അതിൻ്റെ അകത്ത് തഅസ്സുരി വൽ ഇന്തിബായി ഒക്കെ, തഅസ്സുരി വൽ ഇന്തിബായി എന്ന് പറയുന്ന നഖ്ദിന്റെ ഒരു എന്താണ്, ഒരു മൻഹജ് ഉണ്ട്. അൽ മൻഹജ് തഅസ്സുരി വൽ ഇന്തിബായി എന്ന് പറയും. ആ മൻഹജാണ് അതിൻ്റെ അകത്ത് ഫോളോ ചെയ്തിരുന്നത്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഖിർബാൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തെ കുറിച്ച് പറയാനുള്ളത്. ഇതിനകത്ത് ഇഷ്ടംപോലെ മക്കാലകളുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ മക്കാലകളുണ്ട്. ഓരോ മക്കാലയെ കുറിച്ച് തന്നെ ഡിസ്കഷൻ ചെയ്യാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ അത്രയൊന്നും പഠിക്കണ്ട. ഖിർബാൻ എന്ന് പറയുന്ന ഗ്രന്ഥം നമ്മൾ പറഞ്ഞു, അത് മീസായി നഈമയുടെയാണ്. അത് അസാഹിലാണ് അദ്ദേഹം പബ്ലിഷ് ചെയ്യുന്നത്. നഖ്ദുൽ അദബിയിലെ ഗ്രന്ഥമാണ്. അതിന് മുഖദ്ദിമ രചിക്കുന്നത് അബ്ബാസ് മഹ്മൂദ് അൽ അക്കാദാണ്. തഅസ്സുരി വൽ ഇന്തിബായി എന്നുള്ളതാണ് അതിന്റെ നഖ്ദിന്റെ സ്റ്റൈൽ എന്നുള്ളത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. അത് എഴുതിയ ആളുടെ മറക്കരുത്, മീസായി നഈമയാണ്. ഇനി അടുത്തത് സബഊൻ എന്നുള്ളത് ആരുടെ സിറാദാത്തിയാണ്? ത്വഹ ഹുസൈൻ, മീസായി നഈമ, അബ്ബാസ് മഹ്മൂദ് അൽ അക്കാദ്, ജിബ്രാൻ ഖലീൽ ജിബ്രാൻ. വെരി ഗുഡ്. ജിബ്രാൻ മീസായി നഈമ എന്നുള്ളതാണ്. മിർദാദ്, കിതാബ് മിർദാദ് എന്ന് പറയുന്നത് മീസായി നഈമയുടെ എന്താണ്? നോവലാണോ, മസ്രഹിയാണോ, നഖ്ദുൽ അദബി സാഹിത്യ നിരൂപണമാണോ, അതല്ല ദീവാന് ഷേർ കവിതാ സമാഹാരമാണോ? റിവായ ആണെന്നുള്ളത്. വെരി ഗുഡ്. അടുത്തത് അൽ ആബാഉ വൽ ബനൂൻ എന്നുള്ളത് മീസായി നഈമയുടെ റിവായ, നഖ്ദുൻ അദബിയുൻ, മസ്രഹിയ, സിറാദാത്തിയ. ഓക്കെ, നമ്മൾ നിൽക്കുന്ന ഇത് പറഞ്ഞതാണെന്ന് തോന്നുന്നുണ്ട്. മസ്രഹിയ ആയിട്ടാണ് ഇല്ലാത്ത തന്നിട്ടുള്ളത്, ചിലതൊരു റിവായായിട്ട് വരാറുണ്ട്. ഓക്കെ, ഇതത് അബ്ദുൽ മസീഹ് ഹദ്ദാദാണ് നമ്മൾ നോക്കുന്ന വ്യക്തി. സായിഹ് എന്ന് പറയുന്ന പത്രം ആരുടേതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആരുടേതാണ്? മീസായി നഈമയുടെ ആണോ, ഇല്യാബു മാദിയുടെ ആണോ, ജിബ്രാന്റെ ആണോ, അബ്ദുൽ മസീഹ് ഹദ്ദാദ്? അബ്ദുൽ മസീഹ് ഹദ്ദാദിന്റെ ആണ് സായിഹ് എന്ന് പറയുന്ന പത്രം. അബ്ദുൽ മസീഹ് ഹദ്ദാദ് ഏത് വർഷത്തിലാണ് സായിഹ് പബ്ലിഷ് ചെയ്യുന്നത്? 1912. അത് എവിടെ നിന്നാ പബ്ലിഷ് ചെയ്യണത്? അമേരിക്ക ഷിമാലിയെ. അങ്ങനെ പറയില്ല, സ്ഥലം പറയണം, കൃത്യമായിട്ട് സ്ഥലം പറയണം. മുമ്പ് PSCക്ക് ചോദിച്ച ചോദ്യമാണ്. ന്യൂയോർക്ക്. ഓക്കെ, എക്സാമിന് മുമ്പ് PSCക്ക് മുമ്പ് ചോദിച്ചിട്ടുണ്ട് എവിടെ നിന്നാണ് പബ്ലിഷ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, മറക്കണ്ട. മിഹിജറിലെ വളരെ പ്രശസ്തനായ കവി ആരാണ്?
അദ്ദേഹം ഉലിദഫി ലബനാൻ, അദ്ദേഹം ജനിക്കുന്നത് ലബനാനിലാണ്. ലബനാനിലെ എവിടെയാണ് ജനിക്കുന്നത്? മസ്കന്തയിലാണോ, മുഹയ്യദസയിലാണോ, ഹലബിലാണോ, കാഹിറയിലാണോ? എല്ലാരും മൈക്ക് ഓഫ് ആക്കണം. ഈ ഒരു ചോദ്യത്തിന് ഒരു പ്രശ്നമുണ്ട്. ഒന്ന്, അഷ്ഹറു ഷുറാഉ ഫിൽ മുഹിദർ ആരാണെന്ന് അറിയണം, എങ്കിലേ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇങ്ങനത്തെ ഒരു ചോദ്യം കണ്ടാൽ നമ്മൾ സ്വാഭാവികമായിട്ട് പറയും ഈ എക്സാം ടഫായിരുന്നു എന്നുള്ളത്, അല്ലെ? നിങ്ങൾ ഇങ്ങനെ പറയാറില്ലേ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദ്യം ചോദിച്ചാല്? അതാണ് സംഭവം. ഇൻഡയറക്റ്റ് ആയിട്ട് ചോദ്യം ചോദിച്ച പരീക്ഷ പാട്, സിമ്പിൾ ആയിട്ട് ചോദിച്ച പരീക്ഷ എളുപ്പം. ഇതാണ് നമ്മളെ ഒരു പ്രത്യേകത. എനിവേ, ഇതിന്റെ ഉത്തരം നിങ്ങൾ പറഞ്ഞതുപോലെ മുഹയ്യദസ എന്നുള്ളതാണ്. എനിക്ക് നന്നായിട്ട് അറിയാം, നേരത്തെ സ്ലൈഡില് മുഹയ്യദസയിലാണോ അദ്ദേഹം ജനിക്കണത്? ഇല്ലാപ്പ മതി എവിടെ ജനിക്കണേ? മുഹയ്യദസയില്, ലബനാനില്. ഒരു മിനിറ്റ്. അദ്ദേഹം ലബനാനിലെ മുഹയ്യദസയിലാണ് ജനിക്കുന്നത്, ബസ്കന്തയിലല്ല, മുഹയ്യദസയിലാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ശരിയായ പറഞ്ഞ, മുഹയ്യദസയിൽ തന്നെ. അടുത്തത്, കാന ഇലിയാബുമാദി, ഇലിയാബുമാദി ആയിരുന്നു ഡേഷ്ലി റാബിത്തുൽ കലമി, റാബിത്ത് കലമിയുടെ എന്തോ ഒന്നായിരുന്നു ആള്. റയീസ് ആയിരുന്നു, മുസ്തഷാർ ആയിരുന്നു, ആമിലൻ ആയിരുന്നു, സെക്രട്ടറി ആയിരുന്നു? നല്ല നന്നായിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ, നമുക്ക് നോക്കാം, ഉത്തരം നോക്കാം. കാന ആമിലൻ. ഓക്കെ, അദ്ദേഹം ഒരു മെമ്പർ മാത്രമായിരുന്നു ഇലിയാബുമാദി. നമ്മുടെ ഈ റാബിത്തുൽ കലമിയെ കുറിച്ച് പറഞ്ഞ സമയത്ത് നമ്മൾ കുറെ മെമ്പേഴ്സിനെ കുറിച്ച് പറയാറുണ്ടായിരുന്നു, ഇല്ലേ? 3 ആൾക്കാർ, അതൊന്നും നിങ്ങൾ പഠിക്കണ്ട. ജസ്റ്റ് ആ 3 ആൾക്കാരെ, ജിബ്രാൻ ഖലീൽ ജിബ്രാൻ, മീഖായിൽ നഈമ, വില്യം കാസ്റ്റഫ്ലസി, ഈ 3 ആൾക്കാരെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്തായി? ബാക്കിയുള്ളവരെ കിട്ടും, അവരാമിലാണെന്നുള്ള കാര്യം. സംജാ? ഇനി മുസ്തഷാറും സെക്രട്ടറി എന്ന് പറയുന്ന ഏകദേശം സെയിം സാധനമാണ്. അവർക്ക് സെക്രട്ടറി ഇല്ലായിരുന്നു, മുസ്തഷാറായിട്ട് മിഖായിൽ നഈമ ആയിരുന്നു. മിഖായിൽ നഈമ എന്തായിരുന്നു? ഒരു നിയമോപദേഷ്ടാവ് കൂടിയായിരുന്നു. ഓക്കെ, ഇനി അത്തൂൽ മജല്ലാത്തുൽ അറബിയ ഫിൽ മഹ്ജർ ഉംറ, അതായത് കാലഘട്ടം കൊണ്ട് ഏറ്റവും കൂടുതൽ കാലഘട്ടം നീണ്ടു നിന്ന ഒരു മജല്ലത്തുൽ അറബിയ എന്ന് പറയുന്നത് ഇതാണ്. അത് ഇലിയാബുമാദിയാണ് പബ്ലിഷ് ചെയ്തത്. അപ്പുറം ഒന്നും തരാൻ പറ്റൂല കേട്ടോ. അസമീർ, കൗക്കബ് അംരീക്കിയ, അസായിഹ് അൽ ഉസ്ബ. ഓക്കെ, അസമീർ എന്നുള്ളതാണ്, സമീർ എന്നുള്ളതാണ് ഇലിയാബുമാദിയുടേത്. കൗക്കബ് അംരീക്കാരുടേതായിരുന്നു, നമ്മൾ ഫസ്റ്റ് കോലത്തില് പറഞ്ഞതാണ്. ഇബ്രാഹിം 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 അർബലി എന്ന്, അല്ലെങ്കിൽ അർബലി സഹോദരങ്ങളുടേതായിരുന്നു. അസായിഹ് എന്നുള്ളത് അബ്ദുൽ മസീഹ് ഹദ്ദാദ്. അപ്പം ഈ ഒരു ചോദ്യം എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറയാണ്. ഈ ഒരു ചോദ്യം 2021 ചോദ്യമാണ്. അവിടെ കൗക്കബ് അംരീക്ക് വെറും ഓപ്ഷൻ ആയിരുന്നു. നമ്മൾ ഓപ്ഷൻ പഠിക്കാതെ ആ ഓപ്ഷൻ അന്ന് പഠിച്ചിട്ടുള്ള ഒരാൾക്ക്, അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലെ കൗക്കബ് അംരീക്ക് എന്താണെന്ന് പഠിച്ചിട്ടുള്ള ഒരാൾക്ക് സ്വാഭാവികമായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ കണ്ടെത്താൻ പറ്റൂലായിരുന്നോ? പറ്റില്ലായിരുന്നോ? അപ്പം അതിലൂടെ എന്ത് മനസ്സിലായി? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യണമെന്ന് മനസ്സിലായി. അടുത്തത്, ദീവാൻ ഇലിയാബുമാദി സാലിസ്, മൂന്നാമത്തെ ദീവാൻ ഇലിയാബുമാദിക്ക് ഒരുപാട് ദീവാനുകളുണ്ട്. അതിൽ മൂന്നാമത്തെ ഏതാണ്? തുദക്കാറുൽ മാദിയാണോ, ദീവാൻ ഇലിയാബുമാദിയാണോ, ജദാവിലാണോ, ഹമായിലാണോ? ജദാവിലാണ്. ഈ പറഞ്ഞത് തന്നെയാണ് എന്റെ ഓർഡർ കേട്ടോ. തുദക്കാറുൽ മാദി, ദീവാൻ ഇലിയാബുമാദി, ജദാവില്, ഹമായില്. ഇനിയുണ്ട്, ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. അടുത്തത്, അത്തിബിർ വ തുറാബ് എന്നുള്ളത് ആരുടെ ദീവാനാണ്?
അബൂമാദിയുടെയാണ്. ഓക്കെ, ഇത്രയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളിൽ നിന്ന് ചോദ്യം വന്നിട്ടുള്ളത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കണം. ഇദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ വേണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പഠിച്ചു പോവാൻ. ഓക്കെ, കഴിവതും നിങ്ങൾ ആൻസർ ടൈപ്പ് ചെയ്യാൻ ശ്രമിക്കാട്ടെ, കാരണം മറ്റുള്ളവർക്ക് അതൊരു ബർഡനായി തോന്നാം. ഇനി അടുത്തത് ഷാഇറുൻ സൂരിയും മിന ശുഅറഅൽ മുഹ്ജർ അസ്ദറ മജല്ലത്തുൽ ഫുനൂൻ ഫി ന്യൂയോർക്ക് ലഹു ദീവാനുൽ അൽവാഹുൽ ഹായിറ. ഷാഇറുൻ സൂരിൻ ഒരു സിറിയൻ കവിയാണ്. മിന ശുഅറഅൽ മുഹ്ജർ, മുഹ്ജർ കവികളിൽ അദ്ദേഹം പബ്ലിഷ് ചെയ്തത് അൽ ഫുനൂൻ എന്ന് പറയുന്ന പത്രമാണ് ന്യൂയോർക്കില്. അദ്ദേഹത്തിന്റെ ഒരു ദീവാനാണ് അർവാഹുൽ ഹായിറ. ഒരുപാട് ഇത് വന്നതാണല്ലേ, ചോദിച്ചതാണല്ലേ ഈ ചോദ്യം. ഓക്കെ ഓക്കെ, നസീബ് ഒരു അടുത്തത് അഗാനി ദർവേഷ് എന്ന് പറയുന്ന, അതോടൊപ്പം തന്നെ ഹിയ ദുനിയ എന്ന് പറയുന്ന ഈ അഗാനി ദർവേഷ് ഹിയ ദുനിയ ഇത് ആരുടേതാണെന്നുള്ളതാണ്. റഷീദ് അയ്യൂബ്, ഇബ്രാഹിം നാജി, അബുൽ ഖാസിം ഷാബി, ഉമർ അബുലീഷ്. റഷീദ് അയ്യൂബിന്റെയാണ്. ഓക്കെ, അദ്ദേഹത്തിന് ഏതൊക്കെയാണ്? റഷീദ് അയ്യൂബിന് രണ്ടെണ്ണമാണുള്ളത്. മൂന്നെണ്ണുണ്ട്. ഇനി ഏതാ ഉള്ളത്? അൽ അയ്യൂബിയാത്ത് ഉണ്ടല്ലേ? അയ്യൂബിയാത്ത്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഇത് ബഷാറ ഖുരിയാണ്. ബഷാറ ഖുരി നമ്മൾ ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അമീർ ഷുറായി ബഅദ അഹമ്മദ് ഷൗക്കി എന്നാണ് ഈ പറയുന്ന ആരെ അറിയപ്പെടുന്നത്? ജിബ്രാനെയാണോ, മിഖായി നൈമയാണോ, ഫൗസി മാലൂഫിനാണോ, ബഷാറ ഖുരിയാണ്? ഓക്കെ, ബഷാറ ഖുരി അറിയപ്പെടുന്നു. ഇനി അടുത്തൊരു ചോദ്യം, അഖ്തർ സൊഹൈർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന മുഹ്ജർ സാഹിത്യകാരനാരാണ്? ബഷാറ ഖുരി, റഷീദ് സലീം ഖുരി, കൈസർ സലീം ഖുരി, ഫാരിസുൽ ഖുരി. ഓക്കെ, ബഷാറത്തുൽ ഖുരിയാണ്. അടുത്തത് ഷാഇറുൽ ഖുറവി എന്നറിയപ്പെടുന്ന കവിയാരാണ്? റഷീദുൽ ഖുരി, ബഷാറുൽ ഖുരി, നിസാർ കബ്ബാനി, സുമായിൽ സബരി. റഷീദ് സലീം ഖുരിയാണ്. അടുത്തത് മൻ ഹുവൽ അദീബുൽ ലുബ്നാനി ഹുവ സ്വാഹിബു റഷീദിയാത്ത്. ആ റഷീദിയാത്ത് എന്ന് പറയുന്ന ദീവാനിന്റെ സാഹിത്യ എന്താണ്, എഴുത്തുകാരൻ ആരാണ്? അദീബ് ഒരു ലബ്നാൻ സാഹിത്യകാരനാണ് അദ്ദേഹം. റഷീദ് റിളയാണോ, റഷീദ് സലീം ഖൂരിയാണോ, റഷീദ് അയ്യൂബാണോ, ഇബ്നു റുഷ്ദാണോ? ഓക്കെ, റഷീദ് റിള എന്ന് പറയുന്ന സാഹിത്യകാരൻ ഏത് കാലഘട്ടത്തിൽ ജീവിച്ച ഏത് രാജ്യക്കാരനാണ്? ആധുനിക കാലഘട്ടത്തിലാണ്. അദ്ദേഹം ആധുനിക കാലഘട്ടത്തിലാണ്. പിന്നെ ഈജിപ്തുകാരനാണ്, മിസ്രികാരനാണ്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ പുസ്തകം ഏതാണ് റഷീദ് റിളയുടെ? അൽ മനാർ എന്ന് പറയുന്ന അൽ മനാർ എന്ന് പറയുന്ന മജല്ലയുടെയും തഫ്സീറിന്റെയും ഗ്രന്ഥകർത്താവാണ് ആര്? ഈ പറയുന്ന റഷീദ് റിള എന്നുള്ളത്. ഇനി ഇബ്നു റുഷ്ദിനെ നമ്മൾ ഏത് സാഹിത്യകാരാണ് ഇബ്നു റുഷ്ദ്? എന്താണ്? ഉന്ദുലുസിലെ എന്താണ് ഒരു ഫിലോസഫറുമാണ്. അതോടൊപ്പം തന്നെ ഒരു കർമ്മശാസ്ത്ര പണ്ഡിതൻ കൂടിയാണ് ആര്? ഈ ഇബ്നു റുഷ്ദ് എന്ന് പറയുന്ന വ്യക്തി. ഇദ്ദേഹത്തെ അവർറോസ് എന്ന പേരിലാണ് എന്ത് ചെയ്യുന്നത്, അറിയപ്പെടുന്നത് പാശ്ചാത്യർക്കിടയിൽ. ഓക്കെ, ഇനി മുമ്പ് എക്സാമിന് ഇങ്ങനെ ചോദിച്ചിരുന്നു, ഹുവ ദീവാനുൽ മഷ്ഹൂറുൽ ലിഷാഇറുൽ ഖുറവി എന്നും ചോദ്യം വന്നിട്ടുണ്ട്. ഇനി ഷാഇറുൽ അറൂബ, അറബ് പൈതൃകത്തിന്റെ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? റഷീദ് സലീം ഖൂരിയാണോ, ബഷാറത്തുൽ ഖൂരിയാണോ, കൈസർ സലീം ഖൂരിയാണോ, ഫൈസൽ ഖൂരിയാണോ? ഓക്കെ, അപ്പൊ ഇദ്ദേഹത്തിന്റെ രണ്ട് അപരനാമങ്ങളായിട്ട് നമ്മൾ പഠിച്ചതാണ് എന്ത്? ഷാഇറുൽ ഖുറവി എന്നും ഷാഇറുൽ അറൂബ എന്നുള്ളത്. ഓക്കെ,
പിന്നെ ആസിർ കറവിയാത്ത് എന്ന 2 ദീവാനുകളുടെ രചയിതാവ് ആരാണ്? ഓക്കെ, അതും ആരാണ്? ഈ പറയുന്ന റഷീദ് സലീം ഹുദവി. ഓപ്ഷൻ ബി ആണ് ശരിയായ ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം. അദബുന വ ഉദബഉന ഫിൽ മഹാജിർ അൽ അംരീക്ക എന്ന് പറയാം. അത് ആരുടെ ഗ്രന്ഥാണ്? ജോർജ് സ്വീദർ, മിഖായിൽ നഈമ, ബഷാറത്തുൽ ഖൂരി, റഷീദ് സലീം ഖൂരി. കറക്റ്റ് ആണ്. ജോർജ് സ്വീദഹ് എന്ന് പറയുന്ന സിറിയൻ കവിയുടെ പ്രധാനപ്പെട്ട എഴുത്താണെന്ത്? അദബുന വ ഉദബഉന ഫിൽ മഹാജിർ അൽ അംരീക്ക എന്ന് പറയുന്ന പുസ്തകം. അദ്ദേഹം അർജന്റീനയിൽ 1949 അദ്ദേഹം റാബിത്തത്തുൽ അദബിയ എന്ന ഒരു സാഹിത്യ സംഘടനയ്ക്ക് നേതൃത്വം നൽകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മറ്റു ചില ഗ്രന്ഥങ്ങളാണ് അൻ നവാഫിൽ, അൻ നബലാത്ത്, ഷലായ ഹസീറാൻ. അൻ നവാഫിൽ, അൻ നബലാത്ത്, ഷലായ ഹസീറാൻ പോലത്തവയാണ്. അപ്പോ ഇൻഷാ അള്ളാഹ് നമ്മള് ഇന്നത്തെ സെഷനിലായിക്കൊണ്ട് ഇത്രയും ക്വസ്റ്റ്യനുകളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, കൗക്കബ് അംബ്രിക്ക രണ്ടാളും കൂടി എഴുതിയത് അല്ലേ? ഏത്? കൗക്കബ് അംബ്രിക്ക. അതെ 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 അതെ, യെസ് യെസ്. പേരെന്ന് പറയാറ് ഏതാണ്? കൗക്കബ് അംബ്രിക്കയാണോ? ഒരു മിനിറ്റ്, ഇപ്പൊ പറഞ്ഞുതരാം. നജീബ് അത് നജീബ് അൽ എന്താണ്? അർബീലി. നജീബ് അർബീലി ഇബ്രാഹിമുമാണ്. ഇബ്രാഹിം അർബീലി. നജീബ് വ ഇബ്രാഹിം അർബീലി എന്ന് പഠിച്ചാൽ. ഓക്കെ അല്ലേ? ഓക്കെ, ശുക്രൻ ജസീലൻ ലി ഹുസ്നി ഇസ്തിമാഇക്കും വ ഔസിക്കും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം. വഅലൈക്കും അസ്സലാം.